20 വർഷം മുമ്പുള്ള ഒരു കല്യാണ വീഡിയോ ആൽബം അതിൻ്റെ യഥാർത്ഥ ഉടമകളെ തേടിപ്പിടിച്ച് കണ്ടെത്തി സൗജന്യമായി നൽകിയിരിക്കുകയാണ് ആലുവ സ്വദേശിയായുള്ള TG രാജേഷ്. അപ്പോൾ അങ്ങനെ അവരെ കണ്ടെത്തി ഈ വീഡിയോ കൊണ്ടുപോയി കൊടുത്തു. അവർക്ക് ഭയങ്കര സർപ്രൈസായി. പക്ഷേ അതിൽ ഏറ്റവും തമാശയുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മെയ് 20-ായിരത്തൊക്കെയായിരുന്നു അവരുടെ വിവാഹ വാർഷികം. അപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി, ഞങ്ങളുടെ ഒരു വീഡിയോ ഇതുവരെ ഇല്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു പ്രാർത്ഥനയുടെയൊക്കെ ഒരു സംഭവമായിരിക്കും. എൻ്റെ പോക്കറ്റിൽ ഒരുപാട് തവണ ഒരു എത്ര പൈസ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇത് ഇടാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് പൈസ, ഞാൻ ഇതുവരെ കൊടുത്ത എല്ലാ വീഡിയോകൾക്കും പൈസ വാങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ ഈ കല്യാണ വീഡിയോ കൊണ്ടുപോയി കൊടുത്തപ്പോഴൊക്കെ വളരെ സങ്കടകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ചിലതിൽ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടാവും, ചിലതിൽ മക്കൾ മരിച്ചു പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ചിലവർ ഡിവോഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് ഒരുപാട് ജീവിതങ്ങൾ പിന്നീട് നമ്മളന്ന് വളരെ സന്തോഷത്തോടു കൂടി വീഡിയോ എടുത്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് വിട്ട ആളുകളൊക്കെ ഇപ്പോൾ പിരിഞ്ഞ് അവരില്ല എന്നൊക്കെ അറിയുമ്പോൾ വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് വൈറലായി കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയുടെ ബ്രദർ എന്നെ വിളിച്ചിട്ട്, ചേട്ടാ അവളെൻ്റെ പെങ്ങളായിരുന്നു, അവൾ ആത്മഹത്യ ചെയ്തു, മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. നമസ്കാരം. 20 വർഷം മുമ്പുള്ള ഒരു കല്യാണ വീഡിയോ ആൽബം അതിൻ്റെ യഥാർത്ഥ ഉടമകളെ തേടിപ്പിടിച്ച് കണ്ടെത്തി സൗജന്യമായി നൽകിയിരിക്കുകയാണ് ആലുവ സ്വദേശിയായുള്ള TG രാജേഷ്. അദ്ദേഹം 20 വർഷം മുമ്പ് സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ എഡിറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വീഡിയോ ഒക്കെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയാണ്. പിന്നീട് അത് ആരും വാങ്ങിയില്ല. അങ്ങനെയാണ് അദ്ദേഹം 20 വർഷത്തിന് ശേഷം അതിൻ്റെ യഥാർത്ഥ ഉടമകളെ കണ്ടെത്തി ആ ദമ്പതികൾക്ക് ആ വീഡിയോ ആൽബം കൈമാറിയത്. അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ട്. നമസ്കാരം ചേട്ടാ. ഇത് എങ്ങനെയായിരുന്നു ഈ സംഭവം? 2007 കാലഘട്ടത്തിലാണ് ഞാൻ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് കൂടുതലുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരുപാട് വീഡിയോഗ്രാഫേഴ്സ് എൻ്റെ അടുത്ത് കല്യാണ DV, അത് മിനി DV ആണ്, അത് കൊണ്ടു തരും. അങ്ങനെ ഒരുപാട് എഡിറ്റ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് അഡ്വാൻസ് ഒന്നും മേടിക്കാറില്ലായിരുന്നു. വർക്ക് കൊണ്ടുപോകുമ്പോഴാണ് പൈസ തരാറ്. ചിലപ്പോൾ കടവും പറയും. പക്ഷെ അത് നമ്മളൊരു സഹായമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ആ സമയത്ത് ഒരാൾ ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് DV തന്നു. ഞാനത് എഡിറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇയാൾ വന്നില്ല. അപ്പോൾ ഞാൻ ഇയാളെ വിളിച്ചിട്ട് ഒരുപാട് തവണ പറഞ്ഞു, ഈ DV ഒന്ന് കൊണ്ടുപോകും, കാരണം ഈ പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷേ അയാൾ വന്നില്ല. ആ സമയത്ത് അയാൾ ആ ഫീൽഡ് മാറിപ്പോയിട്ട് അയാൾ എന്തോ മേക്കപ്പ് മാനായിട്ട് മാറി, സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മാറി എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നീട് അയാൾ എന്നെ ബന്ധപ്പെട്ടില്ല. അങ്ങനെ കുറേ നാൾ എൻ്റെ കയ്യിലിരുന്ന് ഞാനും മറന്നുപോയി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ അടുത്തിടെ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ പഴയ വീഡിയോകളുടെ ഒരു റീലൊക്കെ ഇട്ട് തുടങ്ങി. പഴയ വീഡിയോകളുടെ റീലൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ ഇങ്ങനെ തപ്പിപ്പോൾ ഈ CD ഇരിക്കുന്നത് കണ്ടു. അപ്പോഴും ഞാനത് വലിയ കാര്യമാക്കിയില്ല, ഞാൻ അവിടെ തന്നെ വെച്ചു. ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, സാബു എന്നവൻ്റെ പേര്. അവൻ എന്നോട് പറഞ്ഞു, രാജേഷ്, എൻ്റെ ഒരു കല്യാണ CD നിൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ, അതെനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അടുത്ത് അന്ന് DVD പ്ലെയർ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറയാം USB തരാം. അങ്ങനെ പറഞ്ഞാൽ അതങ്ങ് മറന്നുപോയി. പക്ഷേ 2-3 മാസത്തിന് മുമ്പ് ആൾ മരിച്ചുപോയി. അങ്ങനെ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. ഞാൻ അവൻ എന്നോട് ലാസ്റ്റ് ചോദിച്ചൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായി. അപ്പോൾ ഞാനന്ന് ഒരുപാട് വിഷമിച്ചാണ് നിന്നത്. ഞാൻ അങ്ങനെ വീണ്ടും ആലോചിച്ചപ്പോൾ ഒരുപാട് ആളുകളുടെ DV എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ ഒരു നല്ല മുഹൂർത്തത്തിൻ്റെ വീഡിയോ പലരുടെ DVD എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ പലർക്കും കിട്ടിയിട്ടില്ല. ഇത് അങ്ങനെ ആലോചിച്ചപ്പോൾ, ഈ സാബുവിനെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 10-15 പേരുടെ അതിൽ ഈ DVDകളിൽ അവരുടെ അഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എളുപ്പമായിരുന്നു അത് കൊണ്ടുപോയി കൊടുക്കുക. അത് ഞാൻ അങ്ങനെ കൊടുത്തു. പക്ഷേ ഈ DV മാത്രം അതിൽ അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. DV മിനി DVയുടെ ടേപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഡ്രസ്സ് കണ്ടെത്താൻ പറ്റിയില്ല. ഞാൻ പലരോടും ചോദിച്ച് നടന്നു ഇതാരാണ്. പക്ഷേ ഇത് വൈപ്പിനല്ല, എടവനക്കാട് ഭാഗത്തുള്ള ഒരു പാർട്ടിയുടെ വിവാഹമായിരുന്നു. അതുകൊണ്ട് എനിക്കത്ര കോണ്ടാക്റ്റ് അവരായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ അത് ചുമ്മാ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ പെൺകുട്ടിയുടെ പേര് മറന്നുപോയി.
അഭിരാമി. അഭിരാമി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ബന്ധുവാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ അങ്ങനെ അവരെ കണ്ടെത്തി ഈ വീഡിയോ കൊണ്ടുപോയി കൊടുത്തു. അവർക്ക് ഭയങ്കര സർപ്രൈസായി. പക്ഷേ അതിൽ ഏറ്റവും തമാശയുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മെയ് 20 അവരുടെ വിവാഹ വാർഷികം. അപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി, ഞങ്ങളുടെ ഒരു വീഡിയോ ഇതുവരെ ഇല്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു പ്രാർത്ഥനയുടെയൊക്കെ ഒരു സംഭവമായിരിക്കും. അവരുടെ മനസ്സിൽ ആഗ്രഹിച്ചൊരു സംഭവം. അതെ അതെ, അതാണ്. അല്ലാതെ എനിക്ക് ആ സമയത്ത് തന്നെ ഇത് ഇടാൻ തോന്നിയതും ഒക്കെ ഒരു ദൈവാധീനം കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നണം. അവരുടെ പേരെന്താണ്? അവരുടെ പേര് ജഗദീശ്വരി എന്ന് പിന്നെ ജയകുമാർ എന്നായിരുന്നു. അപ്പോൾ അവർക്കിപ്പോൾ അവരുടെ മക്കളെ ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെയായിരുന്നു. ഏകദേശം 18 വയസ്സുണ്ട്. ആ കുട്ടി മാലിങ്കര കോളേജിൽ പഠിക്കണേ, മൂത്ത കുട്ടി. രണ്ടാമത്തെ ഒരു പെൺകുട്ടി തന്നെയാണ്. പിന്നെ ഒരു ഇളയ കുട്ടിയുണ്ട്, അത് 5ാം ക്ലാസ്സിലത് പഠിക്കണേ. അപ്പോൾ അവർക്കിപ്പോൾ ഈ DVD കിട്ടിയപ്പോൾ അത് ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ഭയങ്കര സ്വീകരണമായിരുന്നു അവർ തന്നത്. അവർക്ക് പിന്നെ ക്യാമറേനെ ഫേസ് ചെയ്യാനൊക്കെ ഇത്തിരി മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ ഇതിലിട്ടപ്പോൾ ആളുകളൊക്കെ ചോദിച്ചു അവർക്ക് കൊടുക്കണ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഞാനിത് പബ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങനെ ഒരു ഇത് വരില്ലേ. ഞാൻ പറഞ്ഞു നോക്കട്ടെ, അവർ സമ്മതിക്കണേ ഇടാന്ന് എഴുതിയിട്ട് ഞാൻ അവർ ഇരുത്തിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടു. അവർക്ക് കുഴപ്പമില്ല അതിൽ. എന്നാലും ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല കേട്ടോ, ഇത് അവർ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ഇടുന്നതാണ്. ആലുവയിൽ യാത്ര ചെയ്ത് അവിടെ വരെ പോയി, എടവനക്കാട് വരെ പോയി. അതെ, ബൈക്കിനാണ് പോയത്. അപ്പം ഇതിപ്പം ഈ പൈസ വല്ലതും തരാൻ ശ്രമിച്ചു? എൻ്റെ പോക്കറ്റിൽ ഒരുപാട് തവണ ഒരു എത്ര പൈസ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇത് ഇടാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് പൈസ, ഞാൻ ഇതുവരെ കൊടുത്ത എല്ലാ വീഡിയോകൾക്കും പൈസ വാങ്ങിയിട്ടില്ല. ഇല്ല, ഒരാൾക്കും ഞാൻ വാങ്ങിയിട്ടില്ല. ഒരു 10-20 വർഷം മുമ്പുള്ള എല്ലാ കാസറ്റുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർ കുട്ടികൾക്കാണ് കൂടുതൽ സന്തോഷം. പിന്നെ ചേച്ചിക്കാണ് അവർ വളരെ ഹാപ്പിയായിട്ട് എനിക്കൊരു സമ്മാനം കൊണ്ടുവന്നു തന്നു, ഒരു ചുവന്ന പൊതിയിലൊരു സമ്മാനം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്നേഹ സമ്മാനത്തിൻ്റെ മുകളിലൊരു ചെറിയ കാർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുക. ഇതാണ് ആ കാർഡ്. 19 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കല്യാണ വീഡിയോ നൽകിയതിന് നന്ദി. ഇതാ കാർഡ്. ഇതെനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്തൊരു സംഭവമാണ്. ഇതിൻ്റെ ഇടയിൽ അവർ പൈസയൊക്കെ തരാൻ നോക്കി, ഞാൻ പൈസ വാങ്ങിയില്ല. പക്ഷെ എനിക്കിതിൽ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പഴയ വീഡിയോകൾ ഇടുമ്പോൾ ഈ ആളുകൾ പലരും ഇപ്പം ഇല്ല. ഞാനിപ്പോൾ ഈ കല്യാണ വീഡിയോ കൊണ്ടുപോയി കൊടുത്തപ്പോഴൊക്കെ വളരെ സങ്കടകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ചിലതിൽ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടാവും, ചിലതിൽ മക്കൾ മരിച്ചു പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ചിലർ ഡിവോഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് ഒരുപാട് ജീവിതങ്ങൾ പിന്നീട് നമ്മൾ അന്ന് വളരെ സന്തോഷത്തോടു കൂടി വീഡിയോ എടുത്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് വിട്ട ആളുകളൊക്കെ ഇപ്പോൾ പിരിഞ്ഞ് അവരില്ല എന്നൊക്കെ അറിയുമ്പോൾ വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ഞാൻ ഈ ഇൻസ്റ്റയിൽ പഴയ വീഡിയോകൾ ഇടുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പണ്ട് ഈ റോഡ് ഷോ ചെയ്യുമായിരുന്നു, ചാനലുകളിൽ ഇങ്ങനെ കുസൃതി ചോദ്യമൊക്കെ ചെയ്യണത്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ പറയണത് ഇപ്പോഴാണ് ചെയ്യണത്, പക്ഷെ അന്നുണ്ടത്, ഞങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ഷെറിൻ എന്നായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പക്വത, ഒരു കുട്ടിയാണ്, നല്ല സ്വഭാവമുള്ളൊരു കുട്ടി. അല്ലല്ല, ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്, നമ്മുടെ സെൻറ്റ് കോളേജിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ ആ കുട്ടി അവിടെ പഠിക്കുകയൊക്കെ ചെയ്യണ കുട്ടിയായിരുന്നു. ഞാൻ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് വൈറലായി കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയുടെ ബ്രദർ എന്നെ വിളിച്ചിട്ട്, ചേട്ടാ അവളെൻ്റെ പെങ്ങളായിരുന്നു, അവൾ ആത്മഹത്യ ചെയ്തു, മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ കുഴപ്പമെന്നായിരുന്നു, ആ കുട്ടിയുടെ ഒരു ശബ്ദമോ വീഡിയോയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് അത് കേൾക്കാനും അവളുടെ വിവാഹത്തിന് മുമ്പുള്ള ഒരു രൂപമൊക്കെ കാണാനൊക്കെ പറ്റിയില്ല. അവർക്ക് ഭയങ്കര ഈ വിവാഹത്തിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ വിവാഹത്തിന് മുമ്പുള്ള ആ സന്തോഷമായ അവസ്ഥയിലുള്ള രൂപം കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ആ വീഡിയോ ഒക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അവർ പല ബന്ധുക്കളും വിദേശത്താണ്. അവരെല്ലാവരും ആ വീഡിയോ കൈപ്പറ്റി എനിക്ക് വളരെയധികം സന്തോഷം അറിയിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഇപ്പോൾ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സന്തോഷമുണ്ട്, സങ്കടവും വരും. പല പഴയ വീഡിയോകളും ഞാനിടുമ്പോൾ ചിലർ വിശ്വസിക്കുന്ന പോലും ഇല്ല ഇത് പഴയ വീഡിയോ ഒന്നും, ഞാൻ എന്തിനു വേണ്ടി ഇതിങ്ങനെ കാത്തു വെച്ചൊന്നും ആർക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവമാണ് ഇങ്ങനെ പല സാധനങ്ങൾ. എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പല ക്യാമറകളൊക്കെ ഇങ്ങനെ സംഭരിക്കും. എന്തിനെ ആക്രി എന്നും പറഞ്ഞിട്ട് പറയും. ഇപ്പോൾ ആ ആക്രികൾക്കൊക്കെ വിലയുണ്ടാവണത് ഇപ്പം എൻ്റെ ഭാര്യയ്ക്കൊക്കെ മനസ്സിലായി തുടങ്ങി. കാരണം ഈ വീഡിയോകളൊക്കെ ഞാൻ കൂട്ടി വെച്ചപ്പോൾ അതിനൊക്കെ ഇപ്പോൾ അതിന് ആളുകളുണ്ട്,
അതെ, മൂല്യമുണ്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് 50 വയസ്സിൻ്റെ അടുത്തായി. അപ്പോൾ ഇനിയിപ്പോൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് പോയി കിട്ടേണ്ടവർക്ക് കിട്ടാതെ പോവുക. അപ്പോൾ അതിനു മുമ്പ് കൊടുത്തു തീർക്കാം. ഇപ്പോൾ എൻ്റെ ഒരു വർഷത്തെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതുള്ള മിക്ക ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് ഇത് ഏൽപ്പിക്കുക. ഇപ്പം ആണെങ്കിൽ മൊബൈലിലേക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്ക് കൊടുത്തത് USB വഴി OTG വെച്ചിട്ട് മൊബൈലിലേക്ക് കയറ്റി കൊടുത്തു. ഇനി എത്ര വർക്ക് ഇരിപ്പുണ്ട് കൊടുക്കാനായിട്ട്? പക്ഷേ ഇനിയിപ്പോൾ ഒരു 10 അടുത്ത് വർക്കുണ്ട്. അത് ഇയാളുടെ തന്നെ വർക്കുകൾ തന്നെയാണ് കൂടുതലും. ഈ എന്തുകൊണ്ടാണ് ആ ക്യാമറമാൻ ഈ വർക്കൊന്നും എടുത്തുകൊണ്ട് പോകാതിരുന്നത്? അത് പലരും ഫീൽഡ് വിടുമ്പോഴേ പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് കാണിക്കില്ല. ചിലപ്പോൾ അവർ മേക്കന്മാനായി മാറിയെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് പൈസ അഡ്വാൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അവരുടെ മുമ്പിൽ ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ വർക്കൊക്കെ ഒരുപക്ഷെ എറണാകുളം ജില്ലയിലുള്ളവരുടെ തന്നെ മാത്രമായിരിക്കും? അതെ, എറണാകുളം ജില്ലയിലുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് എത്ര വർഷം പഴക്കമുണ്ട് ആ വർക്കുകൾക്കൊക്കെ? മിക്കവാറും ഒരു 20 വർഷത്തിനടുത്ത് എല്ലാം ഉണ്ട്. 2007 ഞാൻ എഡിറ്റിങ് ഏകദേശം സ്റ്റോപ്പ് ചെയ്തത്. കാരണം എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറച്ച് വന്നു. അപ്പോൾ 2010 പിന്നെ ഞാൻ ഷോർട്ട് ഫിലിമുകൾ മാത്രമേ എഡിറ്റ് ചെയ്യുള്ളായിരുന്നു. സിനിമകൾ ഫസ്റ്റ് കട്ടൊക്കെ ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും. എന്തായാലും 20 വർഷം മുമ്പ് ആരുടെയെങ്കിലും വീഡിയോ വർക്കുകൾ ഈ എറണാകുളം ജില്ലയിൽ കിട്ടുവാനുണ്ട് എങ്കിൽ രാജേഷ് ചേട്ടനെ ബന്ധപ്പെടാം. അപ്പോൾ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം വഴിയിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ID എങ്ങനെയായിരുന്നു ചേട്ടാ? രാജേഷ് ജി മൂവീസ്. അപ്പം ആ ഒരു ഇൻസ്റ്റാഗ്രാം ID-യുടെ ഒരു സ്ക്രീൻഷോട്ടൂടെ കാണിക്കുക. അതുവഴി അദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ വർക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. എന്തായാലും വലിയൊരു മനസ്സിനുടമയാണ്. കാരണം ഈ 20 വർഷം മുമ്പ് ഉള്ള ആ വർക്കുകളൊക്കെ എല്ലാവർക്കും തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി സൗജന്യമായി നൽകുകയാണ്. ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ എത്തിയതും. എന്തായാലും നല്ലൊരു മനസ്സിനുടമയാണ് അദ്ദേഹം. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.